ബിനോയ് വിശ്വം പഞ്ചായത്ത് ഇലക്ഷനിലേക്ക് പ്രവേശിക്കുകയാണ്. എന്ന് വെച്ചാൽ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പ്രക്രിയയിലേക്ക് പൂർണ്ണമായും LDFിൻ്റെ മെക്കാനിസം പ്രവേശിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ അടുത്ത് വരാൻ പോകുന്നത് വളരെ സമീപ മാസങ്ങളിൽ വരാൻ പോകുന്നത് അസംബ്ലി ഇലക്ഷനുമാണ്. ഇവിടെ നിങ്ങൾ ചില കാര്യങ്ങൾ, നിങ്ങളുടെ പ്രധാനപ്പെട്ട നയപരിപാടികൾ, ഭരണ നയങ്ങൾ, അതിന്മേൽ നടപ്പിലാക്കിയിട്ടുള്ള വെൽഫെയർ പ്രോജക്റ്റുകൾ, ഇവയെല്ലാം മുൻനിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് നേരിടാൻ പോവുകയാണ്. അപ്പുറത്ത് സർക്കാരിനെതിരായിട്ടുള്ള പല തരത്തിലുള്ള സംഗതികളെ ഉപയോഗിക്കാൻ പ്രതിപക്ഷത്തെ പാർട്ടികളും ശ്രമിക്കുന്നു. അതിലൊരു പ്രധാന സംഗതിയായി അപ്പുറത്തുനിന്ന് കാണുന്നത് ശബരിമല സ്വർണ്ണ കൊള്ള കേസാണ്. അത് ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രമുണ്ടായിട്ടുള്ളൊരു സംഗതിയല്ല എന്നും CPIMന് തന്നെ പ്രധാന കക്ഷികൾ അതിൽ ഇൻവോൾവ് ആണ് എന്ന നിലയ്ക്കുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നു. അതിൻ്റെ പേരിൽ അറസ്റ്റ് ഉണ്ടാകുന്നു, ചോദ്യം ചെയ്യാൻ നോട്ടീസ് കൊടുത്തിരിക്കുന്നു എന്ന് വന്നാൽ ഇതിൽ CPIMൻ്റെ കോമ്രേഡ്സ് പോലും ഇൻവോൾവ് ആണ് എന്ന മട്ടിൽ കാര്യങ്ങൾ മാറി മറിയുകയാണ്. അത് ഒരു തിരിച്ചടി വിശ്വാസി സമൂഹത്തിനിടയിൽ ഉണ്ടാക്കും എന്ന് നിങ്ങൾ കാണുന്നുണ്ടോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിശ്വാസങ്ങളെ മാനിക്കുന്ന പാർട്ടിയാണ്. എല്ലാ വിശ്വാസങ്ങളെയും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം, അതല്ല പ്രധാനം. ഈ സമൂഹത്തിലെ ഗണ്യമായ ഭാഗം വിശ്വാസികളാണ്. ഞങ്ങൾ അവരെ എല്ലാവരെയും മാനിക്കും. ഞങ്ങൾക്ക് മതങ്ങളെ, മതവിശ്വാസികളെ, ദൈവവിശ്വാസികളെ എല്ലാം യാഥാർത്ഥ്യമായി അംഗീകരിക്കാനുള്ള രാഷ്ട്രീയ ബോധം, രാഷ്ട്രീയ വിവേകമുള്ളവരാണ് ഞങ്ങൾ. ഒരിക്കലും മതഭ്രാന്തിനെ അംഗീകരിക്കില്ല. മതം വേറെ, മതഭ്രാന്ത് വേറെ. ഈ കാഴ്ചപ്പാടിനെ മുറുകെ പിടിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മതഭ്രാന്തിൻ്റെ എല്ലാ ആവിഷ്കാരങ്ങളെയും ന്യൂനപക്ഷ ഭൂരിപക്ഷ വ്യത്യാസമില്ലാതെ മതഭ്രാന്തിൻ്റെ എല്ലാത്തരം ആവിഷ്കാരങ്ങളെയും ചെറുക്കാൻ വേണ്ടിയുള്ള സമരത്തിൽ യഥാർത്ഥ വിശ്വാസികളുമായി കൈകോർത്ത് പിടിക്കാൻ തയ്യാറായിരിക്കും. അതാണ് CPI കാഴ്ചപ്പാട്. ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ അടിത്തറയാണ് മതഭ്രാന്ത്. ആ മതഭ്രാന്തിൻ്റെ വഴിയെ ആര് പോകുന്നവരും, ആര് പോയാലും അങ്ങനെ പോകുന്നവർ സഹായിക്കുന്നത് ഇവിടെ വർഗീയ ഭ്രാന്തിൻ്റെ ശക്തികൾക്ക് ആക്കം പകരാനാണ്. അത് തെറ്റാണ്. അതുകൊണ്ട് ഏത് വിഷയത്തെയും അത് വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാകുമ്പോൾ സമീപിക്കേണ്ടത് ഇങ്ങനെയാകണം എന്നാണ് CPIയുടെ നിലപാട്. ഞാൻ പറയട്ടെ, നിങ്ങളുടെ ചോദ്യം ശബരിമലയെ പറ്റിയാണെങ്കിൽ ഞാൻ പറയാൻ പോകുന്നത് ഇങ്ങനെയായിരുന്നു. അത് ഇന്ത്യയിലെ തന്നെ, കേരളത്തിലെ മാത്രമല്ല, ലക്ഷോപലക്ഷം വിശ്വാസികളുടെ ഒരു വിശ്വാസ കേന്ദ്രമാണ് ശബരിമല. അതിന് ആ പ്രത്യേകതയുണ്ട്, ആ മഹത്വമുണ്ട്. അതിന് ഗവൺമെൻറ് മാനിക്കുന്നു, LDF മാനിക്കുന്നു, ഞങ്ങളെല്ലാവരും മാനിക്കുന്നു. അവിടുത്തെ അമ്പലത്തിൻ്റെ സ്വത്ത് ഓരോന്നും വിലപ്പെട്ടതാണ്. അതിൻ്റെ മണി വാല്യൂ മാത്രമല്ല, വിശ്വാസികൾ അതുമായി കൂട്ടി ഇണക്കി കാണുന്ന വിശ്വാസപരമായ വാല്യൂ, മൂല്യം, അതും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ സ്വർണ്ണപ്പാളിയുടെ വിലയല്ല, കമ്പോള വിലയല്ല, അല്ലെങ്കിൽ ദ്വാരപാലകത്തിൻ്റെ ശില്പത്തിൻ്റെ സ്വർണത്തിൻ്റെ, അത് പൊതിയാൻ വേണ്ടി മാറ്റിവെച്ച സ്വർണത്തിൻ്റെ വിലയല്ല, അതിനൊന്നും കമ്പോള മൂല്യമല്ല. അത് ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ട് മാറുമ്പോൾ അതിന് വരുന്ന വിശ്വാസമൂല്യമുണ്ട്. അത് മെഷറബിളാണ്, അളവറ്റതാണ്. അത്രയും അളവറ്റ മൂല്യമുള്ള വിശ്വാസ ലക്ഷ്യങ്ങൾ അതിനേറ്റവും പ്രാധാന്യം കൊടുത്തുകൊണ്ട് കാണുന്ന സ്ഥാപനമാണ്, കേന്ദ്രമാണ്, വിശ്വാസ കേന്ദ്രമാണ് ശബരിമല. ആൻഡ് വി ഡു റെസ്പെക്ട് ദം. ആ ബഹുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയും അവിടുത്തെ ഓരോ തരി സ്വത്തും പൂർണ്ണമായിട്ടും സംരക്ഷിക്കപ്പെടണം. അതിനകത്ത് കൈയിട്ട് വരാൻ ആർ ശ്രമിച്ചാലും അവർ കുറ്റക്കാരാണ്. അങ്ങനെ കൈയിട്ട് വാരിയവർ ആർ തന്നെ ആയാലും, ആരാണോ ഉപ്പ് തിന്നത് അവർ വെള്ളം കുടിച്ചേ തീരുമെന്നാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. അതാണ് LDF കാഴ്ചപ്പാട്.